അപ്പോഴേ നമ്മൾ വീട്ടിൽ പോയി ചോറൊക്കെ ഉണ്ടിട്ട് വന്നു. ചേട്ടനും ഉണ്ടായിരുന്നു. നമ്മൾ കാറിന് പോയി പെട്ടെന്ന് വരുവാ ചെയ്തത്. കട താത്തിയിട്ടിട്ട് അങ്ങ് പോയി. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാല് ഇതാ മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുവാണ് കേട്ടോ. പക്ഷെ മഴ പെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. പെയ്യാൻ വേണ്ടിയുള്ള തോർച്ചയിലാണ് കേട്ടോ. വണ്ടി കിടക്കുന്നതാണ്. ചെറുതായിട്ടൊരു വെയിലൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനും ആൻസ് കൂട്ട് നിങ്ങളുടെ ഇവിടെ ഇരിക്കുക. ചേട്ടൻ അല്ലറ ചില്ലറ കാര്യങ്ങൾക്കൊക്കെ പോയി. അത് മാത്രമല്ല, നമുക്കുണ്ടായ സങ്കടം എന്ന് പറഞ്ഞാലേ, ഇപ്പം നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒടിയാതെ നിന്ന കുറച്ച് വാഴകളും കൂടെ ഒടിഞ്ഞു നിൽപ്പുണ്ട്. കാരണം ഇത്രയും മഴ പെയ്ത് വാഴയ്ക്ക് വലിയ വണ്ണമൊന്നുമില്ലല്ലോ, വെച്ചിട്ടുണ്ടെങ്കിൽ ബലമില്ലല്ലോ. അപ്പോൾ വാഴയുടെ നട്ടെല്ലെന്ന് പറയുന്നത് വാഴപ്പിണ്ടിയാണ്. വാഴപ്പിണ്ടിക്ക് എത്രമാത്രം ബലം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നിനക്ക് വാഴപ്പിണ്ടി എന്താണെന്ന് അറിയാവോ? അപ്പോൾ വാഴപ്പിണ്ടിക്കും വണ്ണമൊന്നുമില്ല, ബലമൊന്നുമില്ലല്ലോ. അതങ്ങ് ഒടിഞ്ഞു പോയി. 3-4 വാഴ ഒടിഞ്ഞു. ചേട്ടന് ഭയങ്കര വിഷമായി പോയി. സാരമില്ല, പോട്ടേന്ന് വെക്കാം. പിന്നെ നമ്മൾ 10-400 വാഴ അപ്പുറമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിലും കുറേ വാഴ ഒടിഞ്ഞു പോയി എന്ന് ചേട്ടൻ പറഞ്ഞു. ഇന്നാണെങ്കിൽ രാവിലെ ചേട്ടൻ പോയി വാഴക്കൊലയൊക്കെ വെട്ടി 10-20 കൊല ഉണ്ടായിരുന്നു. അത് രാവിലെ വെട്ടി കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അവിടെയും കുറേ വാഴകളെല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ആഞ്ഞിലി മറിഞ്ഞ് വീണ് വാഴയുടെ മണ്ടയ്ക്ക് വീണ് കുറേ വാഴകൾ അങ്ങനെ പോയി. അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ. നമുക്ക് ഇത്രയൊക്കെയല്ലേ പോയുള്ളൂ. രാവിലെ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ കാണണമായിരുന്നു തൊടുപുഴയിൽ ശക്തമായ കാറ്റും പേമാരിയും ഉണ്ടായിട്ട് ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടം എന്നും പറഞ്ഞ് ഒത്തിരി വീടുകളിലേക്ക് മരങ്ങളൊക്കെ വീണ ഫോട്ടോസൊക്കെ കണ്ടു. അവരുടെയൊക്കെ കിടപ്പാടല്ലേ പോയതെന്ന് ഓർത്ത് ഭയങ്കര വിഷമായി പോയിട്ടോ. പിന്നെ ഇന്ന് മിക്കവാറും നമുക്ക് വീട്ടിൽ കറണ്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം KSEBിന്ന് ഉദ്യോഗസ്ഥർ വന്ന് അതെല്ലാം വെട്ടി മാറ്റി എല്ലാം ശരിയാക്കി കമ്പിയൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പോയി പോസ്റ്റ് കാലം ഒത്തിരി ഒടിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് കാലൊക്കെ പുതിയതൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്ന് ചിലപ്പം വരുമായിരിക്കും കറണ്ട്. ടൗണിലേക്കൊക്കെ കറണ്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ ഇങ്ങോട്ടൊക്കെ കറണ്ട് ഉണ്ട്. ആൻസൂട്ടനാണ് എനിക്ക് കൂട്ടിയിരിക്കാൻ വന്നത്. പിന്നെ ചെറിയ ഇവിടെയുള്ള സാധനങ്ങളുടെ വില നിലവാര പട്ടിക അറിയാവുന്നത് ഇവന് മാത്രമേ ഉള്ളൂ കേട്ടോ. വില അറിയാവുന്നത് ഇവന് മാത്രമേ അറിയൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവനെയും കൂട്ടിയിട്ടിങ്ങ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുകയാണെങ്കിൽ ചേട്ടന് പറമ്പിലൊക്കെ പോകാമല്ലോ. വെക്കേഷനൊക്കെ തീരാൻ പോവുകയാണ്. അപ്പോൾ ഇവൻ എന്നോട് പറയും, എൻ്റെ വെക്കേഷൻ തീരാൻ പോവാ, എന്നെ ഒന്ന് വീട്ടിലിരിക്കാൻ സമ്മതിക്കുമോന്ന്. അവന് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇവൻ വളർന്നു, ഇനിയിപ്പം ഇവൻ അങ്ങനെ കൂടെ വരത്തൊന്നും ഇല്ലാന്ന്. നേരാണോടാ? വെക്കേഷൻ തീരാറായില്ലേ, കളിക്കാൻ പോകണ്ടേ എന്നും എന്റെ പല്ലെടുപ്പിക്കുമ്പോ കൂട്ടു വന്നാൽ മാത്രം മതിയോന്ന്. ഇപ്പൊ കൂട്ടു വരാൻ വേണ്ടിട്ട് ഒരാളില്ലേന്ന്. ശരിയാലേ?